എന്താ എല്ലാരും കൂടി അങ്ങോട്ടാ? അറിഞ്ഞില്ലേ നമ്മുടെ പാർത്തൻ കൊളക്കടയിൽ മരിച്ചു കിടക്കുന്നു. അയ്യോ ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണ് ഈശ്വര. ചതിച്ചോ പറച്ചോനെ. അത് ഞാൻ അവനെവിടെ? ആരെ? മറ്റവൻ. മറ്റവനോ? ഏത് മറ്റവൻ? കുഴപ്പക്കാരനാ, കൂടിയനാ, ചാത്തനാ. നീ ഇതാരുടെ കാര്യം പറയുന്നത്? ഇന്നലെ രാത്രി എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ അവനെ കുളത്തി ചാടുന്നത്. ഇവിടെ മുങ്ങിയവൻ അവിടെ പൊങ്ങി. ഇല്ല, പൊങ്ങിയില്ല. അവനവന്റെ കണ്ണിൽ കൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ കൂടെ നോക്കിയപ്പോ 1000 മയിൽപീലികൾ. എന്റെ പടച്ചമ്പരാൻ, ഇവന്റെ ഉള്ളിൽ വല്ല ജിന്ന് കൂടിയോ? എടാ പാർത്ത, എന്താണ് ഇവിടെ? അവൻ, ഇവൻ തന്നെ, അവൻ കുളത്തി ചാടിയവൻ. എന്തിനാണ് ഇന്നലെ കുളത്തി ചാടിയത്? കുളത്തിൽ ചാടിയെന്നോ? ഇവനെന്താ വട്ടായി പോയോ? കുളത്തിൽ ചാടിയവൻ കുളത്തിൽ ചാടാത്തവനോട് ചോദിക്കുന്നു എന്തിനാ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടാത്ത ഞാൻ എങ്ങനെ കുളത്തിൽ ചാടിയെന്ന് പറയും? എടാ സുലൈമാനെ, ഇവനെന്തിനാ കുളത്തിൽ ചാടിയത്? വിട്, ഇതിനുള്ള മാർഗം എനിക്കറിയാം. ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ടു മാധവ. എന്ത് സ്വപ്നം? ഞാൻ കണ്ടു. കണ്ടോ? കണ്ടില്ലേ? ഞാൻ കണ്ടതാണല്ലോ. ആണോ? ഇങ്ങോട്ട് വാടാ. ഇന്നലെ വാറ്റടിച്ച് നിലതെറ്റി കാണും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവിടെ തമ്പിയും കൂട്ടനും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയും കൊടുത്തു. അപ്പോഴാ നീ ഇവിടെ കണ്ടോ കണ്ടില്ലോ എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. ഒന്നേ പിന്നെ പോയി. എന്താ? പഴയതുപോലെ കവലപ്രസംഗം നടത്തിയാലൊന്നും ഇത്തവണ വോട്ട് കിട്ടില്ല. ശക്തനായ എതിരാളിയാണ് മുന്നിൽ നിൽക്കുന്നത്. നാട്ടുകാരുടെ നോമിനിയായിട്ടാ പാർത്തൻ മത്സരിക്കുന്നത്. അവിടെയാണ് തനിക്ക് തെറ്റിയത്. എടോ, വോട്ടർമാരുടെ മനഃശാസ്ത്രവും രാഷ്ട്രീയക്കാരനായ തനിക്കറിയില്ലേ? എടോ കോപ്പെ, വർഷങ്ങളായി അവരാഞ്ഞു കുത്തി ശീലിച്ച ചിഹ്നമാ നമ്മുടേത്. എതിരാളികൾ ഇനി എന്ത് കളി കളിച്ചാലും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അവർ ആ ചിഹ്നത്തിലെ കുത്തും. ഇല്ല മുതലാളി, ഇക്കാര്യത്തിൽ ഞാൻ MLA യാക്കര പ്രഭാർ സാറിന്റെ പക്ഷത്താ. ഇത്തവണ ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. 10 പുത്തനെറിഞ്ഞാലേ വോട്ട് പിടിക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പിൽ കലൈജർ തമിഴ്നാട്ടിൽ കളിച്ച കളി വേണം മുതലാളി ഇവിടെ കളിക്കാൻ. തിരുവാതിരക്കളിയോ? അവിടുത്തെ വോട്ടർമാർക്ക് അരിയും ടിവിയും സാരിയും കൊടുത്തപ്പോ വോട്ട് മുഴുവൻ പറ്റിയില്ലായില്ലേ? പിന്നെ തലവിയുടെ പൊടി പോലും കണ്ടില്ല. ആ കളി വേണം ഇവിടെ കളിക്കാൻ. ഉടുക്കാൻ തുണിയും കെടുക്കാൻ വീടും അടിക്കാൻ ചാരായവും കൊടുക്കണം. നാട്ടുകാർക്ക് നേട്ടമുണ്ടായാൽ വോട്ടുകോട്ടുകൾ മറിയും. അവൻ 8 നിലയിൽ പൊട്ടും. ഗുഡ്. തലയേക്കാൾ ബുദ്ധി വാലിനുണ്ട്. അതിപ്പോഴേ അറിഞ്ഞുള്ളൂ. ലിസ്റ്റ് എഴുത്. സ്ത്രീ വോട്ടർമാർക്കെല്ലാം സെറ്റുമുണ്ട്. അതുപോലെ വീടിനടിക്കാൻ നമ്മുടെ കൊടിയുടെ കളറുള്ള പെയിന്റ് പോരെ? ധാരാളം. പുരുഷന്മാർക്കെല്ലാം അടിക്കാൻ ഓരോ പൈന്റ്. ഓരോ പൈന്റ് മതി ധാരാളം. നമ്മുടെ ആളുകൾ ഇവിടെ മാത്രം കുത്തിയിരുന്ന് വരച്ചാ പോരാ. നമ്മുടെ ബാനറുകളും പോസ്റ്ററുകളും കൃഷ്ണപുരം മുഴുവൻ നിറയണം. അവൾ ഒന്നൊട്ടിച്ചാൽ നമ്മൾ 9 ഒട്ടിക്കും. എന്തിനാ 9 ആക്കുന്നത്? 50 ഒട്ടിക്കാം. തെണ്ടി പിരിഞ്ഞ് കിട്ടിയതേ 4000 ഉലുവയാ. അത് വെച്ചാ കൃഷ്ണപുരം നിറയ്ക്കാൻ പോകുന്നത്. നിന്റെ ഗതി അതോ ഗതി? കരുനാക്ക് വളച്ചൊന്നും പറയാതരാ. ഒരുത്തെ കിടക്കണ കിടപ്പ് കണ്ടോ? അവനെ ഇന്ന് ഞാൻ ചവിട്ടി താഴേക്കിടും. എന്താ വാർത്ത? ഇവൻ പറഞ്ഞേ കേട്ടോടെ. നീയല്ലേ കവലയിൽ വെച്ച് വിളിച്ചു കൂവിയത് തമ്പിക്കെതിരെ പാർത്ത മത്സരിക്കുന്നു? ഞാൻ പലപ്പോഴും പലതും പറയും, ചിലതൊക്കെ ചീറ്റി പോവുകയും ചെയ്യും. പണം വാരി എറിഞ്ഞിട്ടായിരിക്കും അയാളുടെ കളി. എന്റെ കയ്യിൽ എന്ത് പിണ്ണാക്കുള്ളത്? ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തോ പണക്കൊഴുപ്പിലായിരുന്നില്ല ചെഗ്യുവേര ക്യൂബ പിടിച്ചടക്കിയത്. തോക്കിൻകുഴലിലൂടെ മാവോസത്തിൽ നയിച്ച വിപ്ലവവും സാമ്പത്തികത്തിൽ അധിഷ്ഠിതമല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെഞ്ഞിരിക്കേട്ടാ. ആ ബാക്കിൽ തൂങ്ങിക്കിടക്ക വക്കോലും കിട്ടി ഞാൻ തീ വെക്കൂട്ടോ. എന്താണ് അങ്ങനെ കിണിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അതല്ല, നീ ആരും കൊമ്പി തുണിയില്ലാതെ നഗ്നനായി കിടക്കുന്നത് ഓർത്ത് ചിരിച്ചു പോയതാ. നീ ഇടുത്താ പൊത്തത്തെ പണിക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടാ? ഇതുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല മോനെ. ഈ കാറിനുള്ളിരിക്കുന്ന ലക്ഷങ്ങളാ. അത് വെച്ചാ മുതലാളുടെ കളി. നാട്ടിലെ പെണ്ണുങ്ങൾ കൊടുക്കാൻ സെറ്റ്, വീടിനടിക്കാൻ പെയിന്റ്, കുടിയന്മാർ കുടിക്കാൻ പൈന്റ്. വേണ്ട, പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കണോ? പോട്ടെ പോട്ടെ സിസ്റ്ററെ. സെറ്റുമുണ്ടു. എടേ, അവൻ പറഞ്ഞിട്ട് പോയി നീ കേട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച ഇങ്ങോട്ട് മാറി. നീ ഇതെങ്ങോട്ടാ? അവൻ എങ്ങോട്ടാണോ അങ്ങോട്ട്.
അവന് വട്ട്, ഇതിന് മുഴുവട്ട്. തെരഞ്ഞെടുപ്പിൽ തോക്കെന്ന് പറഞ്ഞപ്പോ കാറിന് മുമ്പിച്ചാരി ആത്മഹത്യ ചെയ്യാൻ വന്നതാ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയാണ്. വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ളതല്ല, മനസാക്ഷിയുടെ അംഗീകാരമാണത്. പണക്കൊഴുപ്പിലൂടെയാണ് എതിരാളി വിജയം കാംക്ഷിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ തന്നെ പ്രാർത്ഥനം തിരിച്ചടിക്കാമല്ലോ. അതെ, അത് തന്നെയാണ് എന്റെ ശരി. എന്താ സംശയമുണ്ട്? എല്ലാം ഇറക്കി വെക്ക്. സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിറക്കി വെക്കണം, മനസ്സിലായോ? എല്ലാം കൃത്യമായിട്ട് ഇറക്കി പോയി. ഇവനിതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കും വാർത്ത. പൈന്റ്, പെയിന്റ്, സെറ്റുമുണ്ട്, എല്ലാം എത്തിക്കഴിഞ്ഞു. ഇതേത് ശബ്ദം? ഏത് ശബ്ദം? ഈ ശബ്ദം. അതവന് ശബ്ദം. അതല്ലെന്ന്. ആ ശബ്ദത്തിന് എന്തൊരു മാറ്റം? അത് ചിലപ്പോ മഞ്ഞു കൊണ്ടായി. അതൊന്നുമല്ലെന്ന്. പിന്നെ മെല്ലെ മെല്ലെ. എന്തുവാടേ പറഞ്ഞത് കേട്ടില്ലേ? വന്ന് സഹായിച്ചാട്ടെ. കേട്ടില്ലേ? ഇത് അവന്റെ ശബ്ദം പോലെയാണോ? അവന്റെ ശബ്ദം ഒരുമാതിരി അവനെ പോത്ത് കറിയുന്ന പോലെയല്ലേ? ശരിയാണല്ലോ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കരുണ, ഒന്നുകൂടെ പറഞ്ഞേ. എന്ത്? ഒന്നുകൂടെ നീട്ടി പറയാൻ. എന്ത്? അങ്ങനെ നീട്ടി പറയാനല്ല പറഞ്ഞത്, ഒന്നുകൂടെ വലിച്ചു പറയാൻ. ഡയലോഗ് വലിച്ചു കെട്ടി പറയുന്നത് ചരിത്രമാണോ? ഒരു മറ്റം. ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ മാധവേട്ടന്റെ ശബ്ദമല്ലേ? അതെങ്ങനെ ഇവര് കിട്ടി? ഇനി രണ്ടിന്റെ അച്ഛനൊന്നായിരിക്കോ? അച്ഛനൊന്നായതുകൊണ്ട് ശബ്ദം രണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. എന്ത്? അവന്റെ അച്ഛൻ ഒന്നാണോന്ന്. കരുണ, ഒരു സംശയം, നിന്റെ അച്ഛൻ ഒന്നാണോ? അല്ല, 9. അയ്യ, അതല്ല, നിന്റെ മാധവേട്ടന്റെ അച്ഛൻ ഒന്നാണോ? ഒന്നാ. അതെ അതെ, ഒന്നാ. സാധനങ്ങളെല്ലാം അടുക്കി വെക്കണം. ചേച്ചി മറക്കരുത്. ചേച്ചി ചട്ടുകം, ചിഹ്നം ചിഹ്നം. അല്ല, പൈന്റ് പുറകെ വരുന്നു പറഞ്ഞേക്ക്. സന്തോഷായല്ലോ. വിശ്വ നമ്മുടെ സെറ്റുമുണ്ട് വിതരണം ചെയ്തിട്ട് പെണ്ണുങ്ങളുടെ പ്രതികരണം എന്താ? പ്രതികരണം അറിയണമെങ്കിൽ വെളിയിലോട്ടിറങ്ങി ചുറ്റിക്കറങ്ങി ഒന്ന് നോക്ക്. റേഷൻ കടയിലൊക്കെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്ന പോലെ തെറ്റുമുണ്ട് എടുത്തിട്ടാ. അപ്പൊ റേഷൻ കാർഡ് 1-4 വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന എംപോക്കിയാണ്. എന്റെ പണം മുടക്കി ഞാൻ സെറ്റപ്പ് ആക്കിയ സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റി ഈ പരീക്ഷകൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാമെന്ന് കരുതിയോടാ നീ? തമ്പി ഒന്നും ഇല്ലാതൊന്നും പറഞ്ഞല്ലോ. ഇല്ലാത്തതാണോ ഉള്ളതാണോ ഞാൻ തെളിയിക്കാവടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിറയട്ടവനെ ഇറങ്ങി പറയടാ. ഞാൻ സെറ്റപ്പ് ആക്കിയ പെയിന്റുകളും സെറ്റ് മുണ്ടുകളും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ വന്ന്? അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല മുതലാളി. നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാവടാ. അവനൊന്നും അറിഞ്ഞോളൂ പറഞ്ഞു, പിന്നെന്തിനാ തല്ലുന്നത്? വരത്തനായ നീ വന്ന് കയറിയ ശേഷമാണ് ഈ കുഴപ്പങ്ങളൊക്കെ. എന്നോടൊപ്പം നടന്നിട്ട് എന്നെ ശപ്പനാക്കാമെന്ന് കരുതിയോടാ നീ? നടന്നതെന്താണെന്ന് നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ പറയിപ്പിക്കും. ഉടൽമാല ഞാനിന്ന് എന്താടാ തുറച്ചു നോക്കുന്നത്? സെറ്റ് മുണ്ട് വാങ്ങാൻ പോയപ്പോ എന്ത് സംഭവിച്ചു? പറയാമടാ പുല്ലേ. എന്താടാ വിളിച്ചേ? എടാ കള്ളത്തമ്പി, എടാ നാരൻ തമ്പി, എടാ കൂതറ തമ്പി, ഇലനക്കി പട്ടിയുടെ ചിറുനക്കി തമ്പി. എടാ സെറ്റുമുണ്ടും പൈന്റും കൊടുത്താല് തന്റെ മോക്ക് വോട്ട് കിട്ടില്ലടോ. അതിനിവിടെ കാര്യശേഷിയുള്ള ആമ്പിള്ളേരുണ്ടോ? ഉച്ചക്ക് മച്ചിക്കാൻ വേണം നായപ്പോലെ ഒന്ന് മോങ്ങാടാ കഴുത. എന്റെ ചോറിൽ നിന്ന് എനിക്ക് പുറകെ വാലാട്ടിയാടുന്ന നീ കവലയിൽ എനിക്ക് നേരെ കുറച്ചാടിയില്ലേ? നീ എന്താണ് എന്നെ വിളിച്ചേ? കൂതറ തമ്പിന്നോ? അയ്യോ, ഞാനോ കൂതറയെന്നോ? മുതലാളിയെ, കൂതറയല്ലാത്ത അങ്ങൊന്നിനെ കൂതറയെന്ന് വിളിക്കാൻ മാത്രം കൂതറയാണോ മുതലാളി? ഞാൻ വിളിച്ചിട്ടില്ല. മുതലാളിയാണ് സത്യം വിളിച്ചിട്ടില്ല. വിളിച്ചു, പബ്ലിക്കായിട്ട് വിളിച്ചു. പിന്നെന്താ വിളിച്ചത്? എല്ലാം തക്കി പട്ടിയുടെ ചിറുതാക്കി തമ്പിന്ന്. അയ്യോ, മുതലാളി ഇല നക്കിയെന്നോ?
മുതലാളി ചീർണക്കിയെന്നു. ഞാൻ വിളിച്ചിട്ടില്ല. മുതലാളിയാണ് സത്യം, ഞാൻ വിളിച്ചിട്ടില്ല. നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഛേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഗൗരവമുള്ള വിഷയം കെടുക്കുമ്പോ രണ്ടും കൂടി. എനിക്ക് ഗൗരവമുള്ള വിഷയം തന്നെയത്. പറക്കോട്ട് ഫൽഗുരൻ തമ്പി ഇവന്റെ ഭള്ള് കാരണം അള്ളു കയറിയ വീട് പോലെ നാട്ടുകാരുടെ മുമ്പിൽ പഞ്ചറായത് താൻ കണ്ടില്ല. ഇപ്പൊ പഞ്ചറായതല്ലേ ഉള്ളൂ, ഇനി തന്നെ വെടി തീരാൻ പോവാ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്റെ മോള് കൊടുത്തൊരു വാക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവന്റെ കെട്ടിയോളായി കൂടെ പോയി പൊറത്തോളാമെന്ന്. അത് തോറ്റാലല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. ഭൂരിഭാഗം വോട്ടർമാരും അവന്റെ കൂടെയാണെന്നാ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ തോറ്റാൽ എന്റെ മോള് ഭാമ അവന്റെ കെട്ടിയോളാവണം. എന്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ വന്ന മുതലാളി പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആകാതിരിക്കാനാ അസംബ്ലി സ്റ്റേഷൻ പോലും പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. ഈ ഓടുന്ന നായ്ക്ക് എന്തിനാ ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ വെപ്പ്. അതാണ് ഇവിടെ പ്രയോഗിക്കണം. എന്ത് പ്രയോഗം? തോറ്റാൽ കെട്ടിയോളായിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് ഭാമയല്ലേ? ആ വാക്കിന് വിലയില്ലാതാകണമെങ്കിൽ അവൾക്കൊരു കെട്ടിയോൻ വേണം. അതിന് അവള് കെട്ടിയിട്ടില്ലല്ലോ. കെട്ടിക്കണം. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കെട്ടിക്കണം. അതെങ്ങനെ? അതിനൊരു ചെക്കൻ വേണം. ആ ചെക്കൻ തറവാട്ടി പറഞ്ഞവനാവണം. അവനെ നമുക്ക് ബോധ്യപ്പെടണം. ഇതെന്താ പാർട്ടി ലയനം പോലാണോ? എടിപിടിന്ന് വെച്ചാ അങ്ങനെ ചെക്കനുണ്ട്.